ഭയങ്കര തിരക്കാണ്. പർച്ചേസിങ്ങിന് ഇറങ്ങിയ എൻ്റെ അമ്മ തിരക്കാരനാണ്. നല്ല തിരക്കാണ്. അങ്ങനെ ഇറങ്ങിയാ ടൗണിക്ക് ചെറുങ്ങനെ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വല്ലപ്പോഴും ഇറങ്ങാം. ഓ അങ്ങനെ ഇറങ്ങിയതാ. കാണുന്നില്ല ഇത് ഗല്ലി കൂടെ കല്ലായിപ്പാണ്. ഈ ചെളി കൂടെ പോരാനെങ്കിൽ പൊട്ടത്തരം കാട്ടുന്നു. ഇവിടെ കുണ്ടുപോലും അറിയില്ല. ചെളി വെള്ളമായിക്കാറ് വേസ്റ്റ് വെള്ളമാണത്. എവിടുത്തെ കട്ടർ വെള്ളമായിക്കാറ് വരുന്നത്. എന്താ ചെയ്യാം? ഞാൻ എൻ്റെ പാലം ഒക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ. അവിടെ വണ്ടി ഇറങ്ങാൻ പറ്റൂല കേട്ടോ. അവിടെ മറ്റേ ഗ്രില്ലിട്ടിക്കണം കേട്ടോ. നമ്മളെ അവിടെ ഗ്രില്ലിട്ടിക്കണം ഇറങ്ങുന്നിടത്ത്. എങ്ങനെ ശരി അങ്ങനെ ഡിമാൻഡ് കാണിക്കല്ലേ കാര്യങ്ങൾ. രാത്രി കറങ്ങാനിറങ്ങിയ വണ്ടി കൊണ്ട് എന്താ ചെയ്യുക? ഒരു സാധനം മേടിക്കാൻ പറ്റാ. വഴി മറന്നു പോയി മക്കളെ, വഴി മറന്നു. ലൊക്കേഷൻ ഇട്ട് പോകേണ്ടി വരും. അല്ല അപ്പം എന്താ പറയുക, ലൊക്കേഷൻ ഇട്ടാണ് പോകേണ്ടി വരും. ഇങ്ങനത്തെ ഗല്ലി കൂടെയൊക്കെ പോകുമ്പോൾ പട്ടിയാൾ കുറക്കണുണ്ടാ. അതിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഗല്ലി കൂടെയൊക്കെ അത്രയും വളരെ ബുദ്ധിമുട്ട്. എന്ത് ചെയ്യാനല്ലേ നമ്മളത് ജീവിച്ച് പോകാൻ. ഗല്ലിയാണ് ഗല്ലി. എത്താനായി കറങ്ങി ലാസ്റ്റ് റൂമിലോട്ടെത്താനായി. ഗല്ലി കൂടെ ഇങ്ങനെ കയറണം. ഇതിൽ കൂടെ കയറിക്കഴിഞ്ഞാൽ നമ്മളെ ഗല്ലിയെത്തി. അങ്ങനെ ഇരുട്ട് മൂടി ഞങ്ങൾ എൻ്റെ റൂമിലോട്ട് എത്തി. അങ്ങനെ റൂമിലോട്ട് എത്തി. ഇരുട്ട് മൂടി എന്ത് ചെയ്യാൻ? ദുബായ് ഒന്നുമല്ല, ദുബായ് എല്ലാ റൂമാണ്. ഗൈസ് ഓരോന്ന് കിടക്കണ കട്ടിലിൻ്റെ ഒക്കെ കണ്ട. ഇതാണ് ഒന്ന് കിടക്കുക, ഒന്ന് ഇവിടെ കിടക്കും. എന്ത് ചെയ്യാൻ? അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടിവിടെ വന്നു. ദഹപ്പ ആയിട്ടുള്ളത് ഫിഷ്. വാവ്, ഫിഷ് അവിടെ റൂമൊക്കെ അത്രയൊക്കെ തന്നെ ഭംഗിയുണ്ടാവും കേട്ടോ. ബാച്ചിലേഴ്സ് താമസിക്കുന്ന റൂമാണ്. ദുബായ് സിസ്റ്റം ഒന്നല്ല, ഇത് വേറെയാണ് സിസ്റ്റം. ഇത് ബംഗാളി സിസ്റ്റം എന്നൊക്കെ പറയും. ഇതാണ് ഇന്നലത്തെ സാമ്പാർ. ഇന്നലത്തെ അല്ല, ഉച്ചക്കത്തെ സാമ്പാർ. ഉച്ചക്ക് ലഞ്ച് കയ്യിലിടല്ലേ കയ്യിൽ. ഓ അത് താഴെ വെച്ച കയ്യിൽ അതിലിടുന്നു. ശേ എന്ത് ഇത് വേണം എനിക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ. അത്